സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ ശോഭാ സുരേന്ദ്രനും രാധാകൃഷ്ണനും അടക്കമുള്ള BJP നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ സമരത്തിന് നേരെ ജലപീരങ്കി ഉപയോഗിക്കുന്നതും മറ്റുമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ ഒരിടത്ത് കാണുന്നത്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൂഗിൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് സൈഫുൽ നിസ അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ആദ്യം ഗൂഗിളിലേക്ക്. ഗൂഗിള് വലിയ പ്രതിഷേധ സമരമാണ് മെഡിക്കൽ കോളേജിന് പ്രദേശം ആ ഭാഗത്താകെ നടക്കുന്നത് ഇന്നലെ മുതൽ തന്നെയും. ഇപ്പോൾ BJP പ്രവർത്തകരുടെ പ്രതിഷേധ സമരമാണോ അവിടെ ഉള്ളത്? സനീഷ്, രാവിലെ മുതൽ തന്നെ മെഡിക്കൽ കോളേജ് പരിസരം വലിയ പ്രതിഷേധങ്ങളാൽ കലുഷിതമാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് അവസാനിച്ച മുറയ്ക്ക് BJP പ്രവർത്തകരും ഇപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന ഗേറ്റിന് മുൻവശത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. അതിനുശേഷം മറ്റൊരു ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. അതായത് ആംബുലൻസുകളും രോഗികളും ഒക്കെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരണയായി തുറന്നിട്ടിരുന്നൊരു വാതിലാണ്. പക്ഷേ BJP പ്രവർത്തകർ അപ്രതീക്ഷിതമായിട്ട് ആ വാതിലിലൂടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കാഷ്വാലിറ്റിക്ക് മുൻപിലായിട്ട്, അത്യാഹിത വിഭാഗത്തിന് മുൻപിലായിട്ട് തമ്പടിച്ച് പ്രവർത്തകർ ഇവിടെ ഇരുന്ന് ഈ ആശുപത്രി പാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ BJP കടന്നിരിക്കുന്നത്. BJP സംസ്ഥാന നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അവിടെ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതോടൊപ്പം തന്നെ എബിൻ വിർക്കി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടന്നത്. വലിയ രീതിയിൽ സംഘർഷം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സംഘർഷവും വലിയ രീതിയിലുള്ള പ്രതിഷേധ നടപടികളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. മന്ത്രി വീണ ജോർജിൻ്റെ കോലം കത്തിക്കുന്നതടക്കമുള്ള നടപടികൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ പലതവണ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകരാകെയും പിന്നോട്ട് പോകാനായിട്ട് തയ്യാറായില്ല. ആ ബാരിക്കേഡ് തകർത്തുകൊണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുകയും ബാക്കി അല്ലെങ്കിൽ കോലം കത്തിക്കുന്ന അടക്കമുള്ള തുടർ പ്രതിഷേധ നടപടികൾ അവർ അവിടെ നടത്തുകയും ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അവസാനിച്ചതിൻ്റെ മുറയിലാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം കൂടി ഇങ്ങോട്ടേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ, മെഡിക്കൽ കോളേജിനുണ്ടായിട്ടുള്ള വിഷയം വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ തുടർ പ്രതിഷേധങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. കോട്ടയം DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസും ഇപ്പോൾ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ഈ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാവരും, അല്ലെങ്കിൽ മുഴുവൻ കക്ഷികളും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അപകടത്തിന് ഉത്തരവാദി ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന അടക്കമുള്ള പ്രതിഷേധ നടപടികളാണ് ഇവർക്ക് തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരിങ്കൊടി കണ്ടാൽ ആരോഗ്യമന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ മുഴുവൻ ആരോഗ്യമന്ത്രി സഞ്ചരിക്കുന്നത് കരിങ്കൊടിയുടെ അകമ്പടിയോട് കൂടിയായിരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന BJP പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ അവരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. അതോടൊപ്പം തന്നെ സമാന്തരമായി അല്പസമയം മുമ്പ് കോട്ടയം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ മെഡിക്കൽ കോളേജിനുള്ളിലെത്തി ആ അപകടം നടന്ന കെട്ടിടമടക്കം പരിശോധന നടത്തി. ആ സ്ഥലത്തടക്കം പരിശോധന നടത്തി. നേരത്തെ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണ നടപടികളും ഈ പ്രതിഷേധത്തിനൊപ്പം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളും ഇതിനോടനുബന്ധമായിട്ട് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒരുപക്ഷെ വകുപ്പ് തല നടപടികളിലേക്ക് കടന്നേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കാരണം ഇന്നലെ നടന്നിട്ടുള്ള അവലോകന ഗൂഗിൾ, ഞാൻ തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. അവിടെ സമരം ഇപ്പോൾ നടക്കുകയാണ്. BJP പ്രവർത്തകരും നേതാക്കളുമാണ് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് സമരപരിപാടി നടക്കുന്നത്. ഇപ്പോൾ